Hello dears, welcome back to our channel. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സ്കിൻ വൈറ്റനിങ്ങിന്റെ ഒരു അടിപൊളി പീൽ ഓഫ് മാസ്ക് ആണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവും. കാരണം ഇത് സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. അതേപോലെ നിങ്ങൾക്ക് ടാനിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു പീൽ ഓഫ് മാസ്ക് നിങ്ങളുടെ എത്ര കാഠിന്യം പിടിച്ച ഒരു സൺ ടാനിങ് ആണെങ്കിലും അത് റിമൂവ് ചെയ്തെടുക്കും സ്കിന്നിൽ നിന്ന്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള പ്രോബ്ലംസ് നിങ്ങളുടെ സ്കിന്നിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. കാരണം ഞാൻ ഈ ചാർക്കോളിൻ്റെ ഒക്കെ നമ്മുടെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡ്സിൻ്റെ പീൽ ഓഫ് മാസ്കുകൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഹെൽപ്ഫുൾ ആയില്ല. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും അത്രയ്ക്ക് റിമൂവ് ആവുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു DIY ചെയ്ത് നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഫേഷ്യൽ ഹെയർസ് ഉള്ളവരാണെങ്കിൽ അതിനെയും റിമൂവ് ചെയ്യാൻ അടിപൊളി ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. സോ ഈ ഒരു DIY കൂടെ നിങ്ങൾക്ക് കുറേ യൂസസ് അല്ല കിട്ടുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. സോ വേഗം തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പീൽ ഓഫ് മാസ്കിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു സ്പൂണിൻ്റെ കുറച്ച്, അതായത് ഒരു പകുതിയോളം ബ്രൂവിൻ്റെ പൗഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഏകദേശം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ജലാറ്റിൻ്റെ പൊടിയാണ് കേട്ടോ. ജലാറ്റിൻ്റെ പൊടി നിങ്ങൾക്ക് എല്ലാ ഷോപ്സുകളിലും കടകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഈ സ്പൂണിൽ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ജലാറ്റിൻ്റെ പൊടി നമ്മുടെ കോഫി പൗഡറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ. തക്കാളിയുടെ ജ്യൂസ് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഒരു തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ശകലം പോലും വെള്ളം ഇതിനകത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലകത്തൊരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമുക്ക് ചൂടാക്കിയിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസ് മേൽ ഒരു വെള്ളം കുറച്ച് നേരം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് ചേർന്ന് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ അത്യാവശ്യം ഒരു 10 സെക്കൻഡ് തന്നെ കഴിഞ്ഞപ്പോഴത്തേന് ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വാക്സ് ഒക്കെ പോലെ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കൈമേലാണ് ഇതൊന്ന് നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഡിഫറൻസ്, അപ്ലൈ ചെയ്ത് കൈയും അപ്ലൈ ചെയ്യാത്ത. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു സെലോ ടേപ്പ് ഒരു സംഭവം കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. അതുപോലെ കട്ടിക്ക് ആ ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഞാൻ നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ഇരിക്കണം ഇങ്ങനെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ മുകളിൽ നന്നായിട്ട് ചുളുക്കുകൾ വരും. അപ്പോൾ അത് ഉണങ്ങിയെന്നാണ് കേട്ടോ അർത്ഥം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്കിന്നിങ്ങനെ മടങ്ങുന്ന പോലെ നന്നായിട്ട് നമ്മുടെ ആ പീൽ ഓഫ് മാസ്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് നമുക്ക് ഊരിയെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത്ര നല്ല തിക്കായിട്ട് അതിങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇങ്ങനെ വലിഞ്ഞു പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാനിങ് ആണെങ്കിൽ ടാന്, വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ വൈറ്റ് ഹെഡ്സ് നല്ല വൃത്തിക്ക് ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ. ഇത്ര നല്ലൊരു മാസ്ക് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, സീരിയസ്ലി പറയാണ്. ഇത്ര നല്ല മാസ്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ, അത്രയ്ക്ക് നല്ല ടൈറ്റായിട്ട് സ്കിന്നിൽ നിന്ന് കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ഊരി വരും. കണ്ടില്ല, അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ ഇത്രത്തോളം അകത്തോട്ട് പോയിട്ട് ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് അത് കിട്ടും. കണ്ടോ, അതേപോലെ നമ്മുടെ സൺ ടാനിങ് ഒക്കെ അടിച്ച് നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് വരണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതേപോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടാനിങ്, അതായത് പീൽ ഓഫ് മാസ്ക് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. കണ്ടോ,
ഇത്ര ഞാൻ വലിച്ചിട്ട് തന്നെ വരാൻ ഭയങ്കര പാടാണ്. കണ്ടില്ല, നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എൻ്റെ ആ ഒരു കളറിൻ്റെ ചേഞ്ച് കണ്ടോ നിങ്ങൾക്ക്? ഇതിങ്ങനെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല വൃത്തിയിൽ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കയ്യുടെ കളറിൻ്റെ ഡിഫറൻസും ഈ ഒരു കയ്യുടെ ഡിഫറൻസും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഞാനിവിടെ ഊരിയില്ല, മറന്നുപോയി. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കണ്ടില്ലേ, നമ്മൾ അപ്ലൈ ചെയ്ത വശത്തിൻ്റെ ആ ഒരു കളർ ഡിഫറൻസും അപ്ലൈ ചെയ്യാത്ത വശത്തിൻ്റെ കളർ ഡിഫറൻസ് കണ്ടില്ലേ? ഇതിനകത്ത് നിങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നോന്നൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കണ്ടില്ലേ, ഈ റൈറ്റ് ഹാൻഡും ഈ ലെഫ്റ്റ് ഹാൻഡും കൂടെ ഉള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ്? ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ കൈയും അപ്ലൈ ചെയ്യാത്ത എൻ്റെ കൈയും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഞാൻ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയാണ് എൻ്റെ കൈമേൽ അപ്ലൈ ചെയ്ത് കാണിച്ചത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടാനിങ്ങിൻ്റെ, സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഒക്കെ ഇങ്ങനത്തെയൊക്കെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.